പ്രപഞ്ചത്തിന്റെ സംരക്ഷകനാണ് ഭഗവാൻ വിഷ്ണു. ഭക്തരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും അവരുടെ സമാധാനം ഉറപ്പുവരുത്തുന്നതിനും നിലകൊള്ളുന്ന ശക്തിയാണ് അദ്ദേഹം. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായി കാലാകാലങ്ങളിൽ ഭൂമിയിൽ ഓരോ അവതാരത്തിൽ അദ്ദേഹം ജന്മമെടുക്കുന്നു. തിന്മയെ ഉന്മൂലനം ചെയ്യുകയും ദുഷ്ടശക്തികളിൽ നിന്ന് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ തൻ്റെ ഭക്തരുടെ സംരക്ഷണത്തിനായി പിറവിയെടുത്ത അവതാരമാണ് നരസിംഹം. ഭൂമിയിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായി ഇത് കണക്കാക്കപ്പെടുന്നു. മനുഷ്യ ശരീരവും സിംഹത്തിൻ്റെ തലയുമുള്ള നരസിംഹമൂർത്തി ഒരു സവിശേഷ രൂപമാണ്. കൃതായുഗത്തിലാണ് നരസിംഹമൂർത്തി അവതാരമെടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ഭക്തൻ പൂർണ്ണ മനസ്സോടെയും വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും നരസിംഹമൂർത്തിയെ ആരാധിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും കൈവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. സൂര്യാസ്തമയ സമയത്താണ് നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടത്. അതിനാൽ ആ സമയം പൂജ നടത്തുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. നരസിംഹമൂർത്തിയെ ആരാധിക്കുന്നതിലൂടെയും ഉഗ്ര നരസിംഹ മന്ത്രം ചൊല്ലുന്നതിലൂടെയും ഒരു വ്യക്തിക്ക് കൈവരുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നറിയാം. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരവുമുള്ള വിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹം. മുഖത്ത് ഉഗ്രമായ ഭാവം ഉതിർക്കുന്ന കണ്ണുകളോടെ 4-16 കൈകളിൽ വിവിധ ആയുധങ്ങൾ വഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നരസിംഹമൂർത്തിയെ കാണാം. സുദർശന ചക്രം, ശംഖ്, കോടാലി മുതലായവയാണ് സാധാരണയായി ചിത്രീകരിക്കുന്ന ആയുധങ്ങൾ. ഒരു സ്വതന്ത്രമായ കൈ എല്ലായ്പ്പോഴും അഭയമുദ്രയിലോ അനുഗ്രഹീത ഭാവത്തിലോ ആയിരിക്കും. നരസിംഹസ്വാമിയെ വിവിധ രൂപങ്ങളിൽ ചിത്രീകരിക്കുന്നു. കയ്യിലുള്ള വ്യത്യസ്ത ഭാവങ്ങളും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട 74ലധികം രൂപങ്ങളാണ് മൂർത്തിക്ക്. ഇതിൽ 9 പ്രധാന രൂപങ്ങളെ ഒന്നിച്ച് നവനരസിംഹം എന്ന് വിളിക്കുന്നു. അവ ഇപ്രകാരമാണ്: ഉഗ്ര നരസിംഹം, ക്രോധ നരസിംഹം, വീരനരസിംഹം, വിലംബ നരസിംഹം, കോപ നരസിംഹം, യോഗ നരസിംഹം, അഘോര നരസിംഹം, സുദർശന നരസിംഹം, ലക്ഷ്മി നരസിംഹം. വിഗ്രഹം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് അഭിമുഖമായി വയ്ക്കുക. പഴങ്ങൾ, പൂക്കൾ, ചന്ദനം, കർപ്പൂരം, ധൂപവർഗം, കുങ്കുമം, തേങ്ങ, ഗംഗാജലം, എള്ള് എന്നിവ ആരാധനയ്ക്കായി സൂക്ഷിക്കുക. നരസിംഹ വിഗ്രഹം മഞ്ഞ തുണി കൊണ്ട് മൂടുക. ചന്ദനം, കർപ്പൂരം, ചന്ദനത്തിരി എന്നിവ സ്ഥാപിക്കുക. പ്രത്യംഗിര ദേവീ പൂജ, മന്ത്രജപം, യജ്ഞം എന്നിവ നടത്തുക. ആരാധനയ്ക്ക് ശേഷം ദരിദ്രർക്ക് എള്ള്, തുണി തുടങ്ങിയവ ദാനം ചെയ്യുക. ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാതെ നോമ്പെടുത്ത് വേണം പൂജ നടത്താൻ. പൂജയുടെ ഗുണങ്ങൾ: കോടതി കേസുകളിലും നിയമപരമായ കാര്യങ്ങളിലും വിജയം, രോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, സമ്പത്തും ആഗ്രഹ സാഫല്യവും, കടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ മറികടക്കാൻ, മാനസിക വിഭ്രാന്തി, മരണഭയം, പേടി സ്വപ്നം എന്നിവയിൽ നിന്ന് രക്ഷ, ക്ഷുദ്രദോഷം, ശത്രുദോഷം തുടങ്ങിയവയിൽ നിന്ന് രക്ഷ. ഉഗ്ര നരസിംഹ മന്ത്രം: ഉഗ്രവീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ദിവസേന രാവിലെ ഉഗ്രനരസിംഹ മന്ത്രം 108 തവണ ജപിക്കുന്നതിലൂടെ ശത്രുദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ്. മന്ത്രം കാണാതെ പഠിച്ചു ചൊല്ലുന്നതും ദോഷങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നതാണ്. ഈ മന്ത്രം ദിവസേന സന്ധ്യാസമയം ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ കഷ്ടതകൾ നീക്കി ആയുസ്സും ഐശ്വര്യവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.